ഇക്കൊല്ലം നമുക്ക് ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് ഉണക്കമുന്തിരി വൈനാണ് തയ്യാറാക്കുന്നത്. ഇതിപ്പോൾ കുരുവില്ലാത്ത മുന്തിരിയാണ്, ഇതിൻ്റെ ഉള്ളിൽ കുരുവില്ല, അങ്ങനെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കണം. അത് ഞാൻ 250 ഗ്രാം എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു ചുക്കും കഷ്ണം, 2 കഷ്ണം കറുവാപ്പട്ട, 4 ഗ്രാമ്പൂ, പകുതി ചെറുനാരങ്ങ, ഈസ്റ്റ് ഒരു 1/4 സ്പൂൺ എടുത്താൽ മതി, 250 ഗ്രാം പഞ്ചസാര. ഈ വൈൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ 3 ദിവസം കൊണ്ട് തയ്യാറാക്കാൻ പറ്റും. പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാം. അപ്പോൾ നമ്മളിങ്ങനെ 21 ദിവസം കെട്ടിയിട്ടൊന്നും വേണ്ട. ഞാൻ നേരത്തെ തന്നെ നമ്മുടെ ചാനലിൽ ഫ്രഷ് മുന്തിരി കൊണ്ട് 3 ദിവസം കൊണ്ട് വൈൻ തയ്യാറാക്കിയിട്ട് അതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുക്കാം. ഇതിപ്പോൾ ഉണക്കമുന്തിരി കൊണ്ടാണ് തയ്യാറാക്കുന്നത്. അത് നമുക്ക് ആദ്യം തന്നെ മുന്തിരി നല്ലോണം കഴുകിയെടുക്കണം. പിന്നെ 2 ലിറ്റർ വെള്ളം എടുത്ത് നമുക്ക് തിളപ്പിക്കാനായിട്ട് വെക്കാം. അതിന് മുന്നേ നമുക്ക് ഈ ഉണക്കമുന്തിരി നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം. നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം. തിളപ്പിച്ച് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടാണ് ഞാൻ കഴുകണത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒന്ന് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം. നല്ലവണ്ണം 3-4 പ്രാവശ്യം കഴുകിയെടുത്ത മുന്തിരിയാണിത്. അപ്പം നമ്മളൊരു പാത്രം വെച്ച് 2 ലിറ്റർ വെള്ളം ഒഴിക്കാം. അതിലേക്ക് നമ്മൾ തിളയ്ക്കുമ്പോൾ നമുക്ക് മുന്തിരി ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഡ്രൈ ജിഞ്ചർ, ഒരു ചെറിയ കഷ്ണം പട്ട, കരയാമ്പൂ, ഇതൊക്കെ ഒന്ന് ചതച്ചിട്ട് കൊണ്ടുവരാം. പെട്ടെന്നൊന്ന് നമ്മൾ വൈൻ കിട്ടുമ്പോൾ നന്നായിട്ട് യോജിച്ച് കിട്ടും. അപ്പം മുന്തിരി നമ്മൾ ഇതിലേക്ക് ചേർക്കാം. ഇത് 3 ദിവസം കൊണ്ട് തയ്യാറാക്കുന്ന കാരണമാണ് നമ്മളിങ്ങനെ നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണത്. പൊടിച്ച് വെച്ച മസാലയും അതുപോലെ പകുതി ചെറുനാരങ്ങ കഷ്ണാക്കിയത് ചേർക്കാം. അതായത് ചുക്ക്, കറുവാപ്പട്ട, ക്ലൗ, അത് നമ്മൾ ഒരു ചതക്കല്ലിലിട്ടൊന്ന് ചതച്ചെടുത്തത്. 400 ഗ്രാം പഞ്ചസാര, അത് നമുക്ക് മുന്തിരി തിളപ്പിക്കാട്ടയിലേക്ക് നമുക്ക് ചേർക്കാം. ഒന്ന് തിളച്ച് വരണം. ഇങ്ങനെ നമുക്ക് കയ്യിലോണ്ട് തന്നെ ഇങ്ങനെ കുത്തി ഉടയ്ക്കാൻ പറ്റും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞത് തിളയ്ക്കും. അത് നമ്മൾ ഭരണി വൈൻ കെട്ടാൻ എടുക്കണം. ഭരണി ഞാൻ സാധാരണയായിട്ട് ഈ ഭരണിയിലാണ് വൈൻ കെട്ടാറ്. അപ്പോൾ ഈ ഭരണി അതിന് മാത്രമായിട്ട് തന്നെ ഉപയോഗിക്കണം. വേറെ ഒന്നിനും നമ്മൾ ഉപ്പിലിടുന്നത് അതുപോലെ പുളി സൂക്ഷിക്കുക അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇത് വൈൻ കെട്ടാൻ വേണ്ടി മാത്രമായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇത് നമ്മൾ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത ഭരണിയാണിത്. ഇതിൻ്റെ മുന്തിരി തിളച്ചുടങ്ങിയിട്ട് കണ്ട അതൊന്ന് നല്ലോണം ഒന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ കയ്യിലുകൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുകയും ചെയ്യാം. 3 ദിവസം കൊണ്ടാണല്ലോ നമ്മൾ വൈൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇപ്പം തന്നെ മുന്തിരി ഒന്ന് ഉടച്ചു കൊടുത്താൽ പെട്ടെന്ന് ഫെർമെൻറ്റേഷനൊക്കെ നടന്ന് നമ്മുടെ മുന്തിരിയുടെ ജ്യൂസൊക്കെ നമ്മുടെ വൈനിക്ക് ഇറങ്ങി വരുള്ളൂ. ഈ പ്രോസസ്സ് നല്ലോണം ശ്രദ്ധിക്കണം. കയ്യിലുകൊണ്ടൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കണം. ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. നമ്മൾ 21 ദിവസം വെയിറ്റ് ഒന്നും വേണ്ട. 2 ദിവസം കൊണ്ട് നമ്മൾ ഊറ്റാം. പിന്നെ അത് കഴിഞ്ഞിട്ട് 1 ദിവസം ഒന്ന് ഊറി വരാനായിട്ട് വെക്കാം. അപ്പോൾ പിന്നെ നമ്മുടെ നല്ല ഗ്രേപ്പ് വൈൻ കിട്ടും. കണ്ട നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ നിന്ന് തിളയ്ക്കണം. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഇതുപോലെ ഇങ്ങനെ ഉടച്ചിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്ത് ഇത് ചൂടാറാനായിട്ട് വെക്കാം. നോർമൽ കണ്ടീഷൻ ആയതിന് ശേഷമേ നമുക്ക് ഭരണിയിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്ത് ഇങ്ങനെ മൂടി വെച്ചിട്ട് വെക്കാം. ഇതിലത്തെ നമ്മൾ കണ്ടില്ലേ, നമ്മൾ തിളച്ചത് കഴിഞ്ഞപ്പോൾ ചെറുനാരങ്ങ നമ്മൾ ആക്കിയത് മാത്രത്തിൽ പൊന്തിക്കെടുക്കേണ്ടത് നമുക്ക് മാറ്റാം. അല്ലെങ്കിൽ അത് കയ്പ്പ് ടേസ്റ്റ് വരും. ഇത്ര നേരം കിടന്നാൽ മതി. അപ്പോൾ ഇതുപോലെ ആയിട്ട് ഇനി നമുക്ക് നമ്മുടെ ഭരണിയിലേക്ക് മാറ്റാം. ചൂടാറി നോർമൽ ടെമ്പറേച്ചർ ആയിട്ടുണ്ട്. വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയ ഭരണിയിലേക്ക് നമുക്ക് ഒഴിക്കാം. മൂന്ന് ദിവസം മതി നമ്മുടെ വൈൻ തയ്യാറാകാനായിട്ട്. 3 ദിവസം കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള വൈൻ കിട്ടും. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 സ്പൂണോളം ഈസ്റ്റ് ചേർക്കണം. ഈസ്റ്റ് ചേർക്കണം. എന്നിട്ടൊന്ന് ഇളക്കാം. ഇത് നമുക്ക് ഭരണി മൂടി ഒരു തുണി വെച്ച് കെട്ടാം. എന്നിട്ടതൊരു ഇരുട്ടുള്ള സ്ഥലത്ത് വെക്കാം. അപ്പോൾ ഇത് ഞാൻ മാറ്റി വയ്ക്കണം. അപ്പോൾ 3 ദിവസമായി നമുക്ക് ഇത് അഴിച്ചിട്ട് തുറന്നു എങ്ങനെയുണ്ടെന്ന് നോക്കാം.
നമ്മുടെ വൈൻ കണ്ട റെഡി ആയിട്ട് ഇത് നമുക്ക് ഊറ്റിയെടുക്കാം. ഇതുപോലെ ആയിട്ട് കണ്ട നമുക്കൊരു നല്ല ഉണങ്ങിയ പാത്രം എടുക്കാൻ ഒരു അരിപ്പ വെച്ച് ഇതിലേക്ക് അരിച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ വൈൻ കണ്ട റെഡി ആയിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞാലാണ് ഇത് ഊറി കിട്ടുള്ളൂ. അപ്പം നല്ല തെളി കിട്ടും നമുക്ക്. നമുക്കിത് അടച്ചു വയ്ക്കാം. അല്ലാണ്ട് ടൈറ്റ് ചെയ്ത് അടയ്ക്കണ്ട. ഇനി നമുക്കത് നല്ല ഊർന്നു വരും. അപ്പോൾ നമുക്ക് കാണിക്കാം. 2 ദിവസം കഴിയുമ്പോൾ ഇത് വൈൻ നല്ല മട്ടൊക്കെ അടിയിൽ അടിഞ്ഞ് നല്ല ക്ലിയർ ആയിട്ടുള്ള വൈൻ കിട്ടും. അപ്പോൾ നമുക്ക് എടുക്കാം. കറക്റ്റ് 3 ദിവസം വേണ്ട നമുക്ക് ഈ വൈൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. 3 ദിവസം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈൻ കിട്ടും. നമ്മുടെ ഉണക്കമുന്തിരി കൊണ്ടുള്ള വൈനാണ്. ഇപ്രാവശ്യം നമുക്ക് ക്രിസ്മസിന് ഇങ്ങനെ ഉണക്കമുന്തിരി കൊണ്ടുള്ള വൈൻ തയ്യാറാക്കാം. ഇത് നമ്മൾ ഉണക്കമുന്തിരി വെച്ച് കെട്ടിയ വൈനാണ്. ഇത് നമ്മളിത് കണ്ട മട്ടൊക്കെ ഊറിൻ്റെ കണ്ട ഇവിടെ കാണാം. അപ്പോൾ ഇതൊരു 3 ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ ഇതിങ്ങനെ ഊറിയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ പഴക്കം വരും തോറും നമ്മുടെ വൈനിന് നല്ല വീര്യം കൂടും. അപ്പോൾ ഈ വൈനിന് നമ്മൾ ഗ്ലാസ്സിലേക്ക് പൊഴിക്കണത്. അപ്പോൾ നമ്മുടെ വൈൻ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഉണക്കമുന്തിരി കൊണ്ടുള്ള വൈനാണ്. ഈ പ്രാവശ്യം ക്രിസ്മസിന് നമുക്ക് ഉണക്കമുന്തിരി കൊണ്ടുള്ള വൈൻ പരീക്ഷിക്കാം. സാധാ വൈനേക്കാളും നല്ല ഒരു ഹെൽത്തി വൈനാണ് താനും. അതുപോലെ തന്നെ നല്ല വീര്യം കൂടിയ ഒരു വൈനും കൂടിയാണിത്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.